ചെത്തി പൂവുകളുടെ ഇടയിലൂടെ ഒന്ന് ഉണിഞ്ഞു നോക്കി 1.5 ആൾ ഉയരം മാത്രമുള്ള പൂത്ത് തിമിർത്ത് നിൽക്കുന്ന ഒരു നല്ല മാവ്. നീലാകാശം പെയ്തിറങ്ങുന്ന ഈ സമയത്ത് ഈ മാവ് അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അല്ല, നീലാകാശം നിറഞ്ഞു നിൽക്കുന്ന പൂക്കളെ കണ്ട് ചിരിച്ചു നിൽക്കുകയാണ്, പുഞ്ചിരി തൂകുകയാണ്. നീലാകാശത്തിന് കൂട്ടായി നക്ഷത്രങ്ങളും വലിയ സൂര്യനുമുണ്ട്. അവൾ നൽകുന്ന ചൂട് ഏറ്റ് എൻ്റെ ഇലകളിൽ ഹരിതകം നിറഞ്ഞ് ഞാൻ പൂക്കൾ വിരിക്കുന്നു. എന്തൊരു രസം! ഉണ്ടാകട്ടെ എന്നുള്ള ഒരൊറ്റ വാക്കിൽ അതുനായി, യാഹുവേ, ദൈവം, ലോർഡ് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചു. ലോകത്ത് എത്രയോ തരത്തിലുള്ള മാവുകളാണുള്ളത്. ഈ മാവിന് 1.5 ആൾ പൊക്കം മാത്രം. 1000 പൂക്കൾ വിരിഞ്ഞ് തുളുമ്പി ചിരിച്ചു നിൽക്കുന്ന ഈ പച്ചമാവിന് കൂട്ടായിട്ട് ഉങ്ങ് എന്ന് പറയുന്ന ഒരു മരം അവിടെ നിൽക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് വളരും. വേനൽക്കാലത്ത് മുഴുവനും തണലേകി നിൽക്കും. ഈ മാവ് നിലകൊള്ളുന്നത് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ നാമത്തിലുള്ള കൊടുവേലി എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിക്ക് കൂട്ടായി ആഗതരാകുന്ന ആളുകൾക്ക് ആനന്ദമേകി തണലേകി വളർന്നു വരുന്ന ഒരു മാവ്. എന്നാലും ഇവന് ഒത്തിരി ഉയരത്തിൽ വളരുവാൻ സാധിക്കുകയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പള്ളിയിൽ നിന്ന് ഒരു 10 മീറ്ററോ 15 മീറ്ററോ മാറിയാൽ എൻ്റെ ചുവട്ടിൽ നിങ്ങൾക്കെത്താം. കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ ചുവട്ടിൽ വന്ന് നോക്കി നിൽക്കും, ഒളിച്ചിരിക്കും, സാറ്റ് കളിക്കും. എന്തൊരു രസം, എന്തൊരു രസം! എൻ്റെ പൂക്കളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന തെങ്ങുകളും റോയൽ പാംസും അതുപോലെ പ്ലാവും ആഞ്ഞിലിയുമെല്ലാം ചുറ്റുമുണ്ട്. എങ്കിലും ഞാൻ മാത്രമേ 1000 പൂക്കൾ വിരിച്ചിട്ടുള്ളൂ. പള്ളിക്ക് ഞാൻ ആരാധന കൊടുക്കുകയാണ്. എനിക്ക് ഉള്ളിൽ നോക്കണമെന്നുണ്ട്, സാധിക്കുന്നില്ല. സൂര്യൻ വന്ന് നല്ല പ്രകാശം, നല്ല ധവളത നൽകുകയാണ്. യേശു പറഞ്ഞു, ഞാൻ കേട്ടു, ഞാൻ ലോകത്തിൻ്റെ ദീപമാണെന്ന്, ഭൂമിയുടെ ഉപ്പാണെന്ന്. ഈ വചനമെല്ലാം കേൾക്കുന്ന ഞാൻ ഈ മനുഷ്യർക്ക് നൽകുവാൻ, ദൈവത്തിന് നൽകുവാൻ വേണ്ടിയാണ് ഈ പൂത്തുലഞ്ഞുലഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നിൽ ധാരാളം മാങ്ങകളുണ്ടാകും. കഴിഞ്ഞ വർഷം നിങ്ങൾ കഴിച്ച ആ മാങ്ങാപ്പഴത്തിൻ്റെ രുചി മറന്നോ? നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങൾക്ക് നൽകാനായി ഞാൻ മാങ്ങ നൽകുന്നത്. മാങ്ങ പഴുത്ത് തിന്നുമ്പോൾ എൻ്റെ ചുവട്ടിൽ കുറച്ച് വെള്ളവും കുറച്ച് ചാണകവും കുറച്ച് എല്ലുപൊടിയുമൊക്കെ തരണം. അങ്ങനെ ഞാൻ വളർന്ന് നല്ലതാകും. പള്ളിയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് പ്രാർത്ഥനാ ഗാനങ്ങളും കേൾക്കാം. എന്നെ ഏറ്റവും സ്പർശിച്ചത്, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഒരു കുറവുമില്ലാതെ ധാരാളമായ സൂര്യനും ധാരാളമായ വെള്ളവും വളവും നൽകുന്നു. ദൈവം എല്ലാം കാത്തു പരിപാലിക്കുന്നു. സൃഷ്ടിയിൽ നല്ലതെന്ന് പറഞ്ഞ ആ തമ്പുരാൻ്റെ കൂടെ നമുക്കാകാം. ദൈവമേ, നന്ദി.